ജൂലൈ 1 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റ്, വിശുദ്ധ ആറോൺ, വിശുദ്ധ ജൂലിയൂസും ആറോണും, വിശുദ്ധ കാരിലേപ്പൂസ്, വിശുദ്ധ ക്ലാസ്തൂസ്, വിശുദ്ധ സെക്കൂന്തിന്യൂസ്, വിശുദ്ധ ചെവിഡ്. വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റ് 1629-1681 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റ് ജീവിച്ചിരുന്നത്. ഒലിവർ പ്ലങ്കറ്റ് അയർലൻഡിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. ഫാദർ പാട്രിക് പ്ലങ്കറ്റിന്റെ കീഴിൽ ലത്തീനും ഗ്രീക്കും മറ്റും പഠിച്ചു. ഐറിഷ് ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിരന്തരം ആഹ്വാനം നൽകിയിരുന്ന ഫാദർ പീറ്റർ സ്കാംബിയോടുകൂടി അദ്ദേഹം റോമായും ബെൽജിയവും സന്ദർശിച്ചു. റോമായിൽ വെച്ച് വീണ്ടും ലത്തീൻ പഠിച്ചു. 8 കൊല്ലത്തെ ദൈവശാസ്ത്ര പഠനത്തിന് ശേഷം 1654 വൈദിക പട്ടം സ്വീകരിച്ചു. 15 വർഷം കൂടി ഫാദർ സ്കാംബിയുടെ കീഴിൽ ഒറോറ്റോറിയൻ വൈദികരുടെ കൂടെ താമസിച്ച് പ്രൊപഗാൻഡ കോളേജിൽ സന്മാർഗ ദൈവശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 1669 ഒലിവർ പ്ലങ്കറ്റ് ആർമാഗ് അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി നിയമിക്കപ്പെടുകയും നവംബർ 30 ബെൽജിയത്തിൽ വെച്ച് അഭിഷിക്തനാവുകയും ചെയ്തു. ക്ലേശകരമായ യാത്രയ്ക്ക് ശേഷം 1670 മാർച്ചിൽ അതിരൂപത ഭരണം ഏറ്റെടുത്തു. ജൂൺ മാസത്തിൽ ഐറിഷ് മെത്രാന്മാരുടെ സമ്മേളനം ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റിന്റെ അധ്യക്ഷതയിൽ ഡബ്ലിനിൽ നടന്നു. 1672 വരെ സമാധാനത്തിൽ കാര്യങ്ങൾ നീങ്ങി. അക്കൊല്ലം ആർതർ കാപ്പൻ വൈസ്രോയായി സഭാമർദ്ദനം വീണ്ടും ആരംഭിച്ചു. സ്കൂളുകളെല്ലാം അടച്ചു. മെത്രാന്മാർ അരമനകൾ ഉപേക്ഷിച്ചു. രഹസ്യജീവിതം ആരംഭിച്ചു. അവർക്ക് പരസ്യമായി യാത്ര ചെയ്യുവാനോ ദിവ്യകർമ്മങ്ങൾ നടത്തുവാനോ പാടില്ലായിരുന്നു. അക്കാലത്ത് ഉണങ്ങിയ റൊട്ടി പോലും കിട്ടുക ദുസ്സാധ്യമായിരുന്നു. ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റും വാട്ടർഫോർഡ് ബിഷപ്പ് ഡോക്ടർ ബ്രന്നനും താമസിച്ചിരുന്ന വീട് വൈക്കോൽ മേഞ്ഞതും നക്ഷത്രങ്ങൾ വീട്ടിനകത്തു നിന്ന് കാണാവുന്നതുമായിരുന്നു. എങ്കിലും അവർ അജഗണത്തെ ഉപേക്ഷിച്ചു പോയില്ല. കത്തോലിക്ക സഭ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1678 ഇംഗ്ലണ്ടിൽ നടത്തിയ ഒരു വിപ്ലവത്തോടെ കൂടെ ഐറിഷ് മർദ്ദനത്തിന് മൂർച്ച കൂടി. 1679 ഡബ്ലിൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡാൽബ്ലട്ടും മീറ്റിലെ ബിഷപ്പ് പാട്രിക് പ്ലങ്കറ്റും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റ് 70,000 ഫ്രഞ്ച് യോദ്ധാക്കളെ വരുത്തി സ്വാതന്ത്ര്യ സമരം നടത്താൻ പോകുകയാണെന്ന് ചില ശിക്ഷകൾക്ക് വിധേയരായിരുന്ന വൈദികർ പറഞ്ഞു വരുത്തി. ഈ കുറ്റത്തിന് ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റിനെ വധിക്കാൻ തീരുമാനമുണ്ടായി. 50-ാം സങ്കീർത്തനം ചൊല്ലി ആർച്ച് ബിഷപ്പ് മരണം കൈവരിച്ചു. 1975 6-ാം പൗലോസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്തു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം: നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റിന്റെ ജീവിതം ഉദാഹരിക്കുന്നു. വിശുദ്ധനായ ഒലിവർ പ്ലങ്കറ്റ് ലോക സമാധാനത്തിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.